വിഘ്നേശ്വരായ നമഃ. ഓം സം സരസ്വതിയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതം ഭാഗം 2. മഹാഭാഗവതത്തിലെ 1-ാമത്തെ അധ്യായം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശൗനകാദി മുനികളുടെ യാഗത്തെപ്പറ്റി, ആ യാഗത്തിൽ സൂതൻ വന്നതിനെപ്പറ്റിയും ഭക്തിപ്രധാനമായ ഒരു പുരാണ കഥ പറഞ്ഞു തരണം എന്ന് അവിടുത്തെ മുനിമാർ അഭ്യർത്ഥിച്ചതിനെപ്പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞു. ആ സമയത്ത് ശ്രീശുകനെപ്പറ്റിയും പറഞ്ഞു. അങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥയിലേക്ക് നമ്മൾ എത്തിയത്. പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുകൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗമാണ് ഇനി നമ്മൾ പറയുന്നത്. ഇനി പറയുന്ന ഭാഗം വളരെ പുണ്യം നിറഞ്ഞ അതിമനോഹരമായ, കേട്ടാൽ തന്നെ ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം തീർന്നു പോകും, അത്രയ്ക്കും വളരെ മനോഹരമായ ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ കാര്യങ്ങളൊക്കെ സൂതൻ ശൗനകാദി മഹർഷികളോടും മറ്റുള്ള മുനികളോടും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ കഥ പറഞ്ഞു തരാം എന്ന് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്നു. അല്ലയോ ഭക്തോത്തമനായ മഹാരാജാവേ, മോക്ഷപ്രദമായതും കലിയുഗവാസികൾക്ക് 4-ാം പുരുഷാർത്ഥമായതും പിതാവിനാൽ നിർമ്മിതമായി എന്നെ പഠിപ്പിച്ചിട്ടുള്ള മഹാഭാഗവതം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. ഇവിടെ പിതാവ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? വേദവ്യാസനെയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, കേട്ടുകൊണ്ടാലും ഭക്തി ഒന്നുകൊണ്ട് മാത്രം സർവമുക്തിയും ലഭിക്കും എന്നുള്ളതാണ്. ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം ഭാഗവതത്തിൽ ഏറ്റവും വിശിഷ്ടവും സുന്ദരവുമായത് അങ്ങയുടെ പിതൃമാതുലനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രാമൃതമാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, പണ്ട് സൂര്യവംശത്തിൽ ഒരു ഗഡ്വാങ്കൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഭക്തിയാൽ അദ്ദേഹത്തിന് സർവ്വസംശയങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും അവസാനം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഭക്തിയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യന് നിർബന്ധമായും വേണ്ടത് ഭക്തിയാണ്. കാരണം ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈശ്വരൻ എന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ബലമാണ്. എന്ത് വന്നാലും അതൊക്കെ ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്ന് കരുതി സമാധാനിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികമായ കരുത്തും നമുക്ക് ഭക്തി കൊണ്ട് ലഭിക്കും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെ ശ്രീശുകൻ പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷേ, എങ്ങനെയാണ് ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കേണ്ടത്? അവിടുന്ന് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന്. അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, ഏകാഗ്രമായ നിഷ്ഠയോടെ ശ്രീനാരായണമൂർത്തിയുടെ കോമളാകാരം മനസ്സിൽ ധ്യാനിക്കുക. എങ്ങനെയെന്നാൽ നവരത്ന നഖചിതമായി തങ്കപ്പൊൻ കിരീടം ചൂടി മനോഹരങ്ങളായ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് നീലാളക ചുരുളുകളാൽ സമാലങ്കൃതമായ നെറ്റിയിൽ ഗോപീചന്ദന കുറിയണിഞ്ഞ് ശ്രീവത്സാങ്കിത തിരു അക്ഷസ്സിൽ വനമാല, കൗസ്തുഭ രത്നമാല, തുളസീമാല ആദിയായ ദിവ്യഹാരങ്ങൾ ധരിച്ച് 4 തൃക്കൈകളിലും ശംഖ്, ചക്രം, ഗദ, പത്മങ്ങൾ വഹിച്ച് ശോഭായമാനമായ പീതവസ്ത്രം ഞൊറിഞ്ഞുടുത്ത് അതിൻ്റെ മീതെ കനക കാഞ്ചീനൂപുരങ്ങളും ചാർത്തി ചരണകമലങ്ങളിൽ തങ്കകിങ്കിണികളും ധരിച്ച് കരപങ്കജങ്ങളിൽ കടക കങ്കണങ്ങളും പൂണ്ട് നീണ്ടിടംപെട്ട നീലാരവിന്ദ നയനയുഗങ്ങളിൽ
നിന്നും വാത്സല്യം, ഭക്തവാത്സല്യം നിറഞ്ഞ കരുണാർദ്ര കടാക്ഷങ്ങളും തൂകി മധുര മനോഹര മന്ദസ്മിതാർദ്ര വദനനായി സദാ അഭിരാമ ദിവ്യാനന്ദ രൂപനായി വിരാജിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച്, ഒരിക്കൽ കൂടി പറയാം, നവരത്ന നഖചിതമായി തങ്കപ്പൊൻ കിരീടം ചൂടി മനോഹരങ്ങളായ മകര ഉണ്ടലങ്ങൾ അണിഞ്ഞ് നീലാളക ചുരുളുകളാൽ സമാലങ്കൃതമായ നെറ്റിയിൽ ഗോപീചന്ദന കുറിയണിഞ്ഞ് ശ്രീവത്സാങ്കിത തിരുവക്ഷസിൽ വനമാല, കൗസ്തുഭരത്നമാല, തുളസീമാല ആദിയായ ദിവ്യഹാരങ്ങൾ ധരിച്ച് 4 തൃക്കൈകളിലും ശംഖ്, ചക്രം, ഗദ, പത്മങ്ങൾ വഹിച്ച് ശോഭായമാനമായ പീഠവസനം ഞൊറിഞ്ഞുടുത്ത് അതിൻ്റെ മീതെ കനക കാഞ്ചി നൂപുരങ്ങളും ചാർത്തി ചരണകമലങ്ങളിൽ തങ്ക കിങ്കിണികളും ധരിച്ച് കരപങ്കജങ്ങളിൽ കടക കങ്കണങ്ങളും പൂണ്ട് നീണ്ടിടംപെട്ട നീലാരവിന്ദ നയന യുഗങ്ങളിൽ നിന്നും ഭക്തവാത്സല്യം നിറഞ്ഞ കരുണാർദ്ര കടാക്ഷങ്ങളും തൂകി മധുര മനോഹര മന്ദസ്മിതാർദ്ര വദനനായി സദാ അഭിരാമ ദിവ്യാനന്ദ രൂപനായി വിരാജിക്കുന്ന സാക്ഷാൽ ശ്രീ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സർവവും ആ വിശ്വംഭരനിൽ സമർപ്പിച്ച് സദാ സമചിത്തനായി വർത്തിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അതായത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുന്ന ചതുർബാഹുവായ സാക്ഷാൽ മഹാവിഷ്ണു, ആ രൂപം മനസ്സിൽ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ നാരായണമൂർത്തിയുടെ 4 തൃക്കൈകളുള്ള ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങൾ വഹിച്ച ആ ദിവ്യരൂപം കണ്ട് സദാ ഇരിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ നാരായണമൂർത്തിയുടെ ആ ദിവ്യരൂപം ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ ഭക്തി എന്നാണ് ഇവിടെ ശ്രീശുകൻ പരീക്ഷിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, 14 ലോകങ്ങളും നിന്തിരുവടിയുടെ വിരാട് രൂപം ആണ് എന്ന് സങ്കൽപ്പിച്ച് സദാ ആ അത്ഭുത രൂപത്തെ ആവും വണ്ണം അകക്കാമ്പിൽ പ്രതിഷ്ഠിക്കുന്നതും ഉത്തമമായ ഭക്തിയാണ് എന്ന് പറയുന്നു. അങ്ങനെ സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. ആവും വണ്ണം നമ്മൾക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെയാണ് നമ്മൾക്ക് ആകുന്നത്, അതുപോലെ ഭഗവത് രൂപത്തെ നമ്മൾ മനസ്സിൽ കുടിയിരുത്തുക. ചിലരുടെ മനസ്സിലേക്ക് ഗുരുവായൂരപ്പൻ്റെ രൂപമാണ് തെളിഞ്ഞു വരിക, ചിലർക്ക് ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ് മനസ്സിൽ വരിക, ചിലർക്കോ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപമായിരിക്കും വരിക. എങ്ങനെയാണോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ആ രൂപം കുടിയിരുത്തുക. ചിലർക്ക് അങ്ങനെ സാധിക്കില്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും തിരുനാമങ്ങൾ ഉരുവിടുന്നതും ഭക്തി തന്നെയാണ്. അങ്ങനെ ശ്രീശുകൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഭക്തി തന്നെയാണ് എന്ന് ശ്രീശുകൻ പരീക്ഷിത്തിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ശ്രീശുകൻ ഈ 14 ലോകങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ത്രിലോകങ്ങൾ എന്ന് പറയും. ഭാഗവതത്തിൽ പറയുന്നത് 14 ലോകങ്ങൾ ഉണ്ട് എന്നാണ്. ഏതൊക്കെയാണ് ആ 14 ലോകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഭൂതലത്തിന് താഴെയുള്ള അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 ലോകം ഉണ്ട്. ഭൂതലവും ചേർത്ത് 8 ലോകങ്ങൾ. അങ്ങനെ ഈ 8 ലോകങ്ങളെ ചേർത്ത് ഭൂലോകമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ മഹർലോകം, ഈ ജനലോകം, തപോലോകം, സത്യലോകം, സ്വർലോകം എന്നീ 5 ലോകങ്ങളും, അതുകൂടാതെ നടുക്കുള്ള ഭാഗത്ത് മറ്റൊരു ലോകമുണ്ട്, ഭുവർലോകം എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ 14 ലോകങ്ങൾ. ഇപ്രകാരം
8 ലോകങ്ങളെ ഭൂലോകം എന്നും നടുക്കുള്ള ലോകം ഭൂർലോകം എന്നും മുകളിലേക്കുള്ള 5 ലോകങ്ങൾ സ്വർലോകം എന്നും പറയപ്പെടുന്നു. ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, ഇങ്ങനെ പൊതുവെ ത്രിലോകം എന്ന് പറയുന്നു. അങ്ങനെ 14 ലോകം എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീശുകൻ പറയുകയാണ്, ശ്രീനാരായണൻ ഭാഗവതം ആദ്യമായി ഉപദേശിച്ചു കൊടുക്കുന്നത് ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവ് തൻ്റെ പുത്രനായ നാരദന് ഉപദേശിച്ചു. അതിനുശേഷം നാരദൻ അത് വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. വ്യാസമഹർഷി അതൊരു പുരാണ കഥയായി ചമച്ച് എന്നെ പഠിപ്പിച്ചു എന്നും പറയുന്നുണ്ട് ഇവിടെ ശ്രീശുകൻ ബ്രഹ്മാവിനെ പറ്റി. പക്ഷേ സൂതൻ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയതാകാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരായണൻ തന്നെ ഉപദേശിച്ചു കൊടുത്തതാണ് ഭാഗവതം. ലോകത്തിന് ഉപകാരമാകുന്ന വിധം നാരദ മഹർഷി അതിൻ്റെ മഹനീയ സാരാംശങ്ങൾ എൻ്റെ പിതാവിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പുരാണമായി ചമയ്ക്കുകയാണ് ചെയ്തത് എന്ന് ശ്രീശുകൻ പറയുന്നു. വനവാസം ചെയ്യുന്ന കാലത്ത് ഗാന്ധാരി, കുന്തി, ധൃതരാഷ്ട്രർ എന്നിവർ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചതിന് ശേഷം വിതുരർ ഒരു അവധൂതനെ പോലെ അലഞ്ഞു നടന്ന സമയത്ത് മൈത്രേയ മുനിയെ കണ്ടുമുട്ടുകയുണ്ടായി. മഹാഭാരത യുദ്ധം കഴിഞ്ഞതിനു ശേഷം വിതുരരും കുന്തിദേവിയും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും എല്ലാം വനവാസത്തിന് പോയി. തൻ്റെ മക്കൾ നേടിയ ആ രാജ്യത്തിൻ്റെ സുഖമൊന്നും അനുഭവിക്കാൻ കുന്തിദേവി ഇരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവരെല്ലാം കാട്ടിലേക്ക് പോവുകയും കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിച്ചു എന്ന കഥയാണ് പിന്നീട് ഹസ്തിനപുരത്തിൽ അറിയുന്നത്. കാട്ടുതീയിൽപ്പെട്ട് മരിച്ചപ്പോൾ വിതുരർ മാത്രം കാട്ടുതീയിൽ പെട്ടില്ല. അങ്ങനെ വിതുരർ ഒരു അവധൂതനെ പോലെ അലഞ്ഞു എന്നും പറയുന്നു. ആ സമയത്ത് അദ്ദേഹം മൈത്രേയ മുനിയെ കാണുകയും എന്നിട്ട് അവർ തമ്മിൽ നടന്ന സംവാദത്തിൽ ഭാഗവതത്തിൻ്റെ ചില പ്രധാന രഹസ്യങ്ങൾ മൈത്രേയൻ വിതുരർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നും പറയുന്നു. യാജ്ഞവൽക്യൻ എന്ന മുനിയാണ് മൈത്രേയൻ. സൂര്യനെ തപസ് ചെയ്തിട്ട് യജുർവേദം ഗ്രഹിച്ചതുകൊണ്ടാണ്, അതായത് സൂര്യനാണ് യജുർവേദം യാജ്ഞവൽക്യന് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ യജുർവേദം അദ്ദേഹം പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹം മൈത്രേയൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ചില സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ഈ മൈത്രേയൻ വിതുരർക്ക് ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം ശ്രീശുകൻ പരീക്ഷിത്തിനും പറഞ്ഞു കൊടുക്കുന്നു. ചില കണക്കുകളെ പറ്റിയിട്ടാണ്, അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, മനുഷ്യരുടെ ഒരു ദിവസം, ഈ കണക്കുകളൊക്കെയാണ് അവർ പിന്നീട് ഉപദേശിച്ചു കൊടുത്തത്. മൈത്രേയൻ വിതുരർക്ക് ഉപദേശിച്ചു കൊടുത്ത കാര്യം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ പറ്റിയും മനുഷ്യരുടെ ഒരു ദിവസത്തെ പറ്റിയുമാണ്. ഇതൊക്കെ വേറൊരു കഥയിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുന്നത് സൃഷ്ടിയെ പറ്റിയാണ്. സൃഷ്ടിക്ക് മുന്നോടിയായിട്ട് എന്താണ് സംഭവിക്കുന്നത്? പ്രളയമാണല്ലോ സംഭവിക്കുന്നത്. സൃഷ്ടിക്ക് മുന്നോടിയായി പ്രളയം സംഭവിക്കുന്നു. ജീവൻ ഉണ്ടാകുന്നത് ജലത്തിൽ നിന്നാണല്ലോ. അത് തന്നെയാണ് ഭാഗവതത്തിലും പറയുന്നത്. അപ്പോൾ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രളയത്തിൽ സർവവും വെള്ളത്തിനടിയിലായി. ലോകരക്ഷകനായ മഹാവിഷ്ണു ഒരു ശിശുവിൻ്റെ രൂപത്തിൽ അരയാലിലയുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൊക്കിളിൽ നിന്നും ഒരു ചെന്താമര പൊട്ടിവിരിഞ്ഞ് അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അംശം കൊണ്ട് തന്നെ ബ്രഹ്മദേവൻ ഉണ്ടായി. അതിനുശേഷം സകലതും പ്രളയത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ അവസരത്തിൽ താൻ എങ്ങനെ ഉണ്ടായി, ഈ താമരയുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്നിങ്ങനെയുള്ള ചിന്തയോടുകൂടി ബ്രഹ്മദേവൻ 4 ദിക്കിലേക്കും മുഖം തിരിച്ചു നോക്കിയതിനാൽ
4 മുഖങ്ങളും 8 കണ്ണുകളും ബ്രഹ്മാവിന് ഉണ്ടായി എന്ന് പറയുന്നു. അതായത് പ്രളയകാലം സർവ്വദിക്കിലും വെള്ളം, ആ വെള്ളത്തിനടിയിലായി സകലതും. ഈ ഒരു അരയാലിലയുടെ പുറത്ത് മഹാവിഷ്ണു ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ കിടക്കുന്നു. ആ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നിന്നും ഒരു താമര ഉണ്ടാകുന്നു. ആ താമരയ്ക്കകത്ത് ബ്രഹ്മദേവൻ ഉണ്ടാകുന്നു. ഭഗവാൻ നാരായണൻ്റെ അംശം തന്നെയാണ് ബ്രഹ്മദേവൻ. എവിടെ നിന്നാണ് താൻ ഉണ്ടായത്? ഈ താമര എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം 4 ദിക്കിലേക്കും തല തിരിച്ചു നോക്കി എന്നും അങ്ങനെ അദ്ദേഹത്തിന് 4 തലകൾ ഉണ്ടായി എന്നും ആ 4 തലകളിൽ 2 കണ്ണുകൾ വീതം 8 കണ്ണുകൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നും പറയുന്നു. എന്നിട്ട് ഈ താമരയുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്നറിയുവാനായി താമര നൂലിലൂടെ താഴേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് ബ്രഹ്മദേവൻ എന്താണ് കാണുന്നത്? അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ്. വൈകുണ്ഠത്തിലേക്കാണ് അദ്ദേഹം ഇറങ്ങിച്ചെന്നത്. ആ വൈകുണ്ഠത്തിൽ അനന്തനാകുന്ന പള്ളിമെത്തമേൽ ശയിക്കുന്ന നാരായണനെ ബ്രഹ്മാവ് കാണുന്നു. അങ്ങനെ കണ്ട അദ്ദേഹം ഭഗവാനെ നമസ്കരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഭഗവാൻ പറയുകയാണ്, ഞാൻ തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ചതിൻ്റെ കാരണം സൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നീ സൃഷ്ടി നടത്തുക എന്ന് ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിനോട് പറയുന്നു. അതിനുശേഷം വേദങ്ങൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടി നടത്താനായിട്ട് പോവുകയാണ്. ആദ്യം ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് എന്താണ്? 14 ലോകങ്ങളെ. ബ്രഹ്മദേവൻ ആദ്യം 14 ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ 14 ലോകങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം അതിലെ 3 ലോകങ്ങളെ പ്രധാനപ്പെട്ട ലോകങ്ങളായി തിരഞ്ഞെടുത്തു. ആ 3 ലോകങ്ങളാണ് സ്വർഗം, ഭൂമി, പാതാളം. എന്നിട്ട് ഈ 3 ലോകങ്ങളെയും ത്രിലോകങ്ങൾ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഭൂമി എവിടെയായിരുന്നു? ഭൂമി വെള്ളത്തിൻ്റെ നിരപ്പിൽ തന്നെ ആണ്. അങ്ങനെ ഒരിക്കൽ നാരായണമൂർത്തി നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചൊറിയുന്നതുപോലെ തോന്നി. അപ്പോൾ ഭഗവാൻ തൻ്റെ ചെറുവിരൽ കൊണ്ട് ചൊറിഞ്ഞപ്പോൾ ചെവിയിൽ നിന്നും ചെവിപ്പീള കയ്യിലേക്ക് വന്നു. അത് കുടഞ്ഞു കളഞ്ഞപ്പോൾ 2 അസുരന്മാർ ഉണ്ടായി. ആ അസുരന്മാരുടെ പേരാണ് മധു എന്നും കൈടഭൻ എന്നും. വിഷ്ണു ഭഗവാന്റെ പൊക്കിളിൽ നിന്നും വന്നിരിക്കുന്ന ആ ചെന്താമരയിലിരിക്കുന്ന ബ്രഹ്മദേവനെ ഈ അസുരന്മാർ കാണുകയുണ്ടായി. ഉടനെ തന്നെ അസുരന്മാർ ബ്രഹ്മദേവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം എന്ന് തീരുമാനിച്ച് ബ്രഹ്മാവിനടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. ആ സമയത്ത് ബ്രഹ്മദേവൻ വല്ലാതെ ഭയന്നു. ബ്രഹ്മദേവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സാക്ഷാൽ നാരായണമൂർത്തി ആ അസുരന്മാരെ തൻ്റെ തൃത്തുടമേൽ നിർത്തി സുദർശന ചക്രത്താൽ വധിച്ചു. അതിനുശേഷം അവരുടെ മേധസ് ജലനിരപ്പിൽ കിടന്നിരുന്ന ഭൂമിയുടെ മേൽ വീണു എന്നും അത് ഒരു കരയായി പരിണമിച്ചു എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ ഉണ്ടായ കര ഈ മധു കൈടഭന്മാരുടെ മേധസ്സിൽ നിന്നും ഉണ്ടായതാണ്. അങ്ങനെ അതൊരു കരയായി പരിണമിക്കുകയും ആ മേധസ്സിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ട് ഈ ഭൂമിക്ക് മേദിനി എന്നും ഒരു പേരുണ്ടായി. അതിനുശേഷം ബ്രഹ്മാവ് ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും സൃഷ്ടി നടത്തുകയാണ്. ആരെയാണ് പിന്നീട് സൃഷ്ടിക്കുന്നത്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന 4 യുവ മുനികളെ സൃഷ്ടിച്ചു. അദ്ദേഹം ആദ്യം സൃഷ്ടിച്ചത് 14 ലോകങ്ങളെ. അതിനുശേഷം
4 മുനികളെ സൃഷ്ടിച്ചു. പിന്നീട് ബ്രഹ്മാവ് ഇനിയുള്ള കാലം സൃഷ്ടികർമ്മം നിങ്ങൾ നടത്തണം എന്ന് ഇവരോട് പറയുന്നു. ആരോട്? ഈ 4 മുനിമാരോട് പറയുന്നു, ഇനിയുള്ള സൃഷ്ടികർമ്മം നിങ്ങൾ നടത്തുവിനെന്ന്. പക്ഷേ ഈ 4 മുനികുമാരന്മാരും പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചില്ല. തൻ്റെ ആജ്ഞ അനുസരിക്കാത്തത് കൊണ്ട് ബ്രഹ്മദേവന് ദേഷ്യം തോന്നി. പക്ഷേ അദ്ദേഹം ആ ദേഷ്യമൊന്ന് അടക്കി. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും മൃഡൻ എന്ന ശിവതുല്യനായ രുദ്രൻ ഉത്ഭവിച്ചു. ആ രുദ്രനിൽ നിന്നും 11 വിഭിന്ന രൂപികളായ രുദ്രന്മാരായി പരിണമിക്കുകയും അവരുടെ പേരുകൾ മനു, മഞ്ഞു, മഹാദേവൻ, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഉരുരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നിങ്ങനെയാണ് അവർക്ക് പേര് എന്ന് പറയുന്നു. ഈ രുദ്രന്മാരെയാണ് ഏകാദശ രുദ്രന്മാരായി കണക്കാക്കുന്നത്. ബ്രഹ്മദേവൻ ഒരു ദേവനെ സൃഷ്ടിക്കുന്നു. ആ രുദ്രൻ 11 രുദ്രന്മാരായി പിരിയുന്നു. അതിനുശേഷം ധി, വൃദ്ധി, അശന, ഉമ, നിയൂത്, സർത്തിസ്, ഇട, അംബിക, ഇരാവതി, ദീക്ഷ എന്നിങ്ങനെ 11 കന്യകമാരെയും ബ്രഹ്മദേവൻ സൃഷ്ടിക്കുകയും ഈ 11 പേരെയും 11 ഏകാദശ രുദ്രന്മാർക്ക് പത്നിമാരായി നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം സൃഷ്ടിക്ക് ആവശ്യമായ ഇന്ദ്രിയങ്ങൾ അവർക്ക് നിർമ്മിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനിമേൽ സൃഷ്ടികർമ്മം നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന്. അങ്ങനെ ബ്രഹ്മദേവൻ ഏകാദശ രുദ്രന്മാരെയും 11 കന്യകമാരെയും സൃഷ്ടിക്കുന്നു. സൃഷ്ടികർമ്മം നടത്തുന്നതിനായി അവരോട് പറയുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് അവർ എന്തു ചെയ്യുന്നു? സൃഷ്ടികർമ്മം തുടങ്ങുകയാണ്. പക്ഷേ അവരുടെ സൃഷ്ടികളിൽ അധികവും ആരായിരുന്നു? ഭയങ്കര രൂപികളായ രുദ്രമൂർത്തികളായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, മൃഡ, നീ ഇനി യാതൊരു സൃഷ്ടികർമ്മവും നടത്തേണ്ട, അവസാനിപ്പിച്ചു കൊള്ളുക. എന്നിട്ട് തപസ് ചെയ്യുവാനായി പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവൻ നേരിട്ട് സൃഷ്ടികർമ്മം നടത്താനായിട്ട് തീരുമാനിച്ചു. കാരണം അവർ സൃഷ്ടിക്കുന്നതെല്ലാം എന്താണ്? ഭയങ്കര രാക്ഷസന്മാരെയാണ്. അതുകൊണ്ട് അവരെ തപസ്സിനായി അയക്കുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ നേരിട്ട് സൃഷ്ടികർമ്മം തുടങ്ങുകയാണ്. തൻ്റെ ശക്തിയെ മുഴുവനും ബ്രഹ്മദേവൻ തൻ്റെ അവയവങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം തൻ്റെ മനസ്സിൽ നിന്ന് മരീചിയെയും, കണ്ണുകളിൽ നിന്ന് അത്രിയെയും, മുഖത്തുനിന്ന് അംഗിരസിനെയും, കർണങ്ങളിൽ നിന്ന് പുലസ്ത്യനെയും, നാഭിയിൽ നിന്ന് പുലഹനെയും, കയ്യിൽ നിന്ന് ക്രതുവിനെയും, ത്വക്കിൽ നിന്ന് ഭൃഗുവിനെയും സൃഷ്ടിക്കുന്നു. ഇവരാണ് സപ്തമാമുനികൾ. ഈ സപ്തമാമുനികളെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ പ്രാണനിൽ നിന്നും വസിഷ്ഠനെയും, വലതു കാലിൻ്റെ പെരുവിരലിൽ നിന്ന് ദക്ഷനെയും, മടിയിൽ നിന്നും നാരദനെയും, വലതു നെഞ്ചിൽ നിന്ന് ധർമ്മദേവനെയും, നിഴലിൽ നിന്ന് കർദമനെയും, തൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് സരസ്വതിയെയും, വിയർപ്പിൽ നിന്ന് ജാംബവാനെയും, ജ്ഞാനശുദ്ധിയിൽ നിന്ന് ഗർഗനെയും സൃഷ്ടിക്കുന്നു. ഇവരെല്ലാം തന്നെ ബ്രഹ്മദേവൻ്റെ സന്തതികളാണ്. അതിനുശേഷം ബ്രഹ്മദേവൻ തൻ്റെ ദക്ഷിണഭാഗത്ത് നിന്ന് പുരുഷനെയും വാമഭാഗത്തു നിന്ന് സ്ത്രീയെയും സൃഷ്ടിച്ചു. ആ പുരുഷൻ സ്വയംഭൂമനുവെന്നും അറിയപ്പെട്ടു. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച സ്ത്രീയുടെ പേര് ശതരൂപ എന്നാണ്. ഇവരാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ആദ്യ പുരുഷനും സ്ത്രീയും. അതിനുശേഷം ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നു. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ
പ്രിയവൃതൻ ഉത്താനപാദൻ. മൂത്ത പുത്രിയുടെ പേര് അകൂതി, രണ്ടാമത്തെ പുത്രി ദേവഹൂതി, മൂന്നാമത്തെ പുത്രി പ്രസൂതി എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ പുത്രിയായ ദേവഹൂതിയെ ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്നും ഉണ്ടായ കർദമന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. മൂന്നാമത്തെ പുത്രിയായ പ്രസൂതിയെ ദക്ഷനാണ് വിവാഹം കഴിച്ചത്. ഇവിടെ സ്വയംഭൂമനുവിൻ്റെ രണ്ടാമത്തെ പുത്രിയായ ദേവഹൂതിയെ കർദമൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇവർ രണ്ടുപേരും പരമമായ വിഷ്ണു ഭക്തരായിരുന്നു. അവരുടെ ഭക്തിയുടെ ഫലമായി അവർക്ക് 9 സൽഗുണവതികളായ പുത്രിമാരും ശ്രേഷ്ഠനായ ഒരു പുത്രനും ജനിക്കുന്നു. മൂത്ത പുത്രിയായ ആകൂതിയും ഒരു വിഷ്ണുഭക്തയായിരുന്നു. ആകൂതിയെ പാണിഗ്രഹണം ചെയ്തത് രുചി എന്ന പ്രജാപതി ആയിരുന്നു. വിഷ്ണുഭക്തരായ ആ പുണ്യ ദമ്പതികൾക്ക് ഭഗവാൻ തന്നെ തൻ്റെ അംശം കൊണ്ട് യജ്ഞൻ എന്ന പേരിൽ ഒരു പുത്രനായി ജനിക്കുകയും പിന്നീട് ആ യജ്ഞൻ ലക്ഷ്മീദേവിയുടെ അംശം കൊണ്ട് ഉണ്ടായ ദക്ഷിണ എന്ന സുന്ദരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിശ്രേഷ്ഠന്മാരായ 12 പുത്രന്മാരും അവർക്ക് ഉണ്ടായി. അനവധി മഹായാഗങ്ങളും സൽകർമ്മങ്ങളും ഒക്കെ നടത്തി അദ്ദേഹം ത്രിലോകങ്ങളിലും പ്രസിദ്ധനായി ഭവിച്ചു. അങ്ങനെ ആ യജ്ഞൻ ആ മന്വന്തരത്തിലെ ദേവേന്ദ്രനായി മാറുകയും ചെയ്തു. അതിനുശേഷം ഇളയ കുട്ടിയായ പ്രസൂതിയെ വിവാഹം കഴിച്ചത് ദക്ഷൻ ആണ്. ദക്ഷൻ ബ്രഹ്മദേവൻ്റെ പുത്രനാണ്. അങ്ങനെ അവർക്ക് 50 പുത്രിമാർ ഉണ്ടായി. അതിനുശേഷം അവർക്കുണ്ടായ പുത്രന്മാരാണ് അഷ്ടവസുക്കൾ. ആ 50 പെൺകുട്ടികളിൽ 10 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ 10 പേരാണ് കീർത്തി, ലക്ഷ്മി, ധൃതി, മേധ, പുഷ്ടി, ശുദ്ധി, ക്രിയ, ബുദ്ധി, ലജ്ജ, മതി എന്നിങ്ങനെ. അതിനുശേഷം 27 പുത്രിമാരെ ചന്ദ്രനെ കൊണ്ട് വേളിക്കഴിപ്പിച്ചു. അവരുടെ പേരുകളാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ. ബാക്കിയുള്ള 13 പുത്രിമാരെ മരീചി പുത്രനായ കശ്യപൻ വിവാഹം കഴിച്ചു. അവരുടെ പേരുകൾ അതിഥി, ദിതി, ധനു, കല, അനായുഷ തുടങ്ങിയ പേരുകളാണ്. അതിനുശേഷം ദക്ഷൻ 3 പുത്രിമാരെ കൂടി ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ധർമ്മദേവന് 13 ഭാര്യമാരാണ്. അതിൽ മൂർത്തി എന്ന പുത്രിയിൽ നിന്നും ധർമ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ട് നരനാരായണന്മാർ ഉണ്ടായി. അപ്പോൾ നരനാരായണന്മാരുടെ അച്ഛനും അമ്മയും ധർമ്മദേവനും ദക്ഷൻ്റെയും പ്രസൂതിയുടെയും പുത്രിയായ മൂർത്തി എന്ന പുണ്യവതിയും ആണ്. അതുപോലെ സ്വയംഭൂമനുവിൻ്റെ രണ്ടാമത്തെ പുത്രിയാണ് ദേവഹൂതി. ദേവഹൂതിയെ ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്നും ഉണ്ടായ കർദമനാണ് വിവാഹം ചെയ്തത്. അവർക്ക് വളരെ വിശേഷപ്പെട്ട ചില മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.